എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 4 മണിക്ക് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്പി പലഹാരമാണ്. ഇത് നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഏത്തപ്പഴമൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടുകൂടി തന്നെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ പാത്രം കാലിയാകുന്ന വഴി അറിയില്ല കേട്ടോ. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പഴം വെച്ചിട്ട് നല്ലൊരു ക്രിസ്പി സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇനി നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് നല്ല ക്രിസ്പി പലഹാരം തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 5 ഇടത്തരമുള്ള പഴമാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ പഴത്തിനെ ഒന്ന് ഉടച്ചെടുക്കാം. നിങ്ങൾ ഉടച്ചെടുക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലെ ആ ഒരു കറുത്ത ഭാഗം എടുത്ത് കളഞ്ഞിട്ട് വേണം ഉടച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പുഴുങ്ങിയ ഏത്തപ്പഴം ഞാനിതുപോലെ ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് മാറ്റി വെക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വന്നാൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ കുറച്ച് കാഷ്യൂസും ബദാം പരിപ്പുമാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. നിങ്ങൾക്ക് ഉണക്കമുന്തിരി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉണക്കമുന്തിരി ചേർക്കുന്നില്ല. കാഷ്യൂസും ബദാമൊക്കെ ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരമുറി നാളികേരം തിരുമ്മേരി ചേർക്കാം. നാളികേരം കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നാളികേരത്തിന്റെ ആ ഒരു കളറൊന്നും വരേണ്ട ആവശ്യമില്ല. ഒന്ന് ആ ഒരു വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതിയാകും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 4 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള പഴവും കൂടെ ചേർക്കാം. പഴവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. മധുരം എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിക്കിട്ടണം. അതുവരെയും നമുക്ക് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പഴത്തിലെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ചെറിയ തീയിൽ വെച്ച് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അങ്ങനെ പഴം നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ പൊടിച്ച് ചേർക്കാം. ഒരു 3 ബ്രെഡ് പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഈ ബ്രെഡും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ബ്രെഡ് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അല്പം ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. ഈ പഴക്കൂട്ടിന്റെ ചൂടൊന്ന് ആറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ പഴക്കൂട്ടിന്റെ ചൂട് ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്കൊന്ന് മാറ്റാം. ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ രണ്ടാമത്തെ പലഹാരവും ഞാനിതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്കെല്ലാം ഷേപ്പാക്കി എടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിതെല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പഴത്തിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് 1/4 കപ്പ് മൈദപ്പൊടിയിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർക്കാം. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കോൺഫ്ലോറും എടുക്കാവുന്നതാണ്. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള പഴത്തിന്റെ കൂട്ട് ഇതുപോലെ ഒന്ന് മുക്കി എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മിക്സ് ആക്കിയതിന് ശേഷം കോരിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് മാറ്റാം. ഇനി ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. നല്ലതുപോലെ പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റാം. രണ്ടാമത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. മാവ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ കലക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ കോട്ടിങ് പിടിച്ച് കിട്ടും കേട്ടോ. ഈ ബ്രെഡ് ക്രംസ് എടുക്കുമ്പോൾ കുറഞ്ഞ അളവിൽ ബ്രെഡ് എടുത്ത് പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് മാറ്റി വെച്ചാൽ മതി. ഒറ്റയടിക്ക് തന്നെ ഈ ഒരു ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കരുത്. കാരണം നമ്മൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ ബ്രെഡ് പൊടി നനഞ്ഞു പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിടിക്കാതെ പോകും. അങ്ങനെ ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതെല്ലാം നല്ലപോലെ തന്നെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കാം. ഇതിനായിട്ട് ഒരു അയൺ പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. എണ്ണയിലേക്ക് പൊരിക്കാൻ ഇട്ട് കൊടുത്തപ്പോൾ ഫുൾ ഫ്ലെയിം ആയിരുന്നു. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇളക്കി കൊടുക്കരുത്. അങ്ങനെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. താഴെ ഭാഗം നല്ലതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഡാർക്ക് മെറൂൺ കളറിലേക്ക് ആയി വരുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റണം. ഒന്നും കൂടെ കളർ ചേഞ്ച് ആയി കിട്ടണം. ഇപ്പൊ നല്ല മെറൂൺ കളറിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തിട്ട് വേണം കോരി മാറ്റാനായിട്ട്.
അങ്ങനെ എണ്ണയിൽ നിന്നും കോരി മാറ്റിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് പൊരിക്കാൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പഴം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടാമത്തെ പലഹാരവും നല്ലതുപോലെ മുരിവായി വന്നിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുവാണ്. പഴംപൊരിയൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അങ്ങനെ രണ്ടാമത്തെ പലഹാരവും നല്ലതുപോലെ മുരിവായി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മൾ എല്ലാ പലഹാരവും നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്രയുള്ള കൂട്ടുകാർ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.